ഇതിനകത്തുള്ളതാണ് sour bread. പുളിപ്പൻ ബ്രെഡ്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ബട്ട് sour bread എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഡാപ്പൊടി അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ ഒന്നും ഇട്ടുണ്ടാക്കണതല്ല. ഇത് തലേ ദിവസം നമ്മൾ ഓവർ നൈറ്റ് ഇങ്ങനെ മാവ് കലക്കി പുളിപ്പിക്കാൻ വെക്കും, എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യണതാണ് sour bread. So I was so excited to try. The only drawback ഇതിനകത്ത് യെസ് മൈദ ഉണ്ട്, ഹോൾ വീറ്റ് ആട്ട. നമ്മളിത് വീട്ടിലുണ്ടാക്കും. ഇതിന്റെ ഒപ്പം വാട്ടർ ഉണ്ട്, ഗ്ലൂട്ടൻ ഉണ്ട്, ആൻഡ് സോൾട്ട് ഉണ്ട്. ലെറ്റ്സ് മേക്ക് ഗുവാക്കമോലെ സാൻഡ്വിച്ച്. പഴുത്ത് വീണ്ടും ചീത്ത, ഇന്ന് കാൽഭാഗവും ചീത്തയായിട്ടിരിക്കും. അപ്പൊ നമ്മൾ രണ്ടും മുഴുവനും എടുക്കും. നഷ്ടായി പോണം. ഇങ്ങനെ ഹെൽത്തി ആവാൻ പോയാ എങ്ങനെ മുതലിക്കും? നിങ്ങൾക്കും ഇങ്ങനത്തെ ചീഞ്ഞത് കിട്ടാറുണ്ടോ ഗൈസ്? പ്ലീസ് പറഞ്ഞ് എനിക്ക് കുറച്ച് സാന്ത്വന നൽകൂ. Amazing ingredients: സവാള, തക്കാളി, മല്ലിയില, നാരങ്ങ ജ്യൂസ്, ബ്ലാക്ക് പെപ്പർ എന്നൊക്കെ ഞാൻ പറയും. salt to taste. എനിക്ക് അറിഞ്ഞുകൂടാട്ടെ അതിനകത്ത് വൈറ്റ് സെസമി ഇടും, ബട്ട് ഗുഡ് ഫോർ വിന്റേഴ്സ്. നമ്മളെ ഗുവാക്കമോലെ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കിത് വെറുതെ ഒന്ന് കഴിച്ചു നോക്കാട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നാ എല്ലാരും പച്ചക്ക് കഴിച്ചോ. ഇതിന് പതുക്കെ ഒരു ഫെർമെന്റേഷൻ പുളി ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചോണ്ട് മുഴുവൻ കല്ല് വെച്ചു. നടുക്കിൽ തന്നെ ബ്രെഡാണ് വലിയത്, നമുക്ക് തന്നെ എടുക്കാം. ഓ മൈ ഗോഡ്. Some more sesame. Let's attack. എല്ലാരും കഴിച്ചു. ബോൺ അപ്പറ്റി. ശരിക്കും മനസ്സിലാവാണ്ടിട്ട് ഇത് നോർമൽ ബ്രെഡ് അല്ല, ഇത് ഭയങ്കര ചൂയാണ്. ഇപ്പഴും ഓർമ്മ വന്നത് ചൂയി ആയത് വേറെ ഒന്നുമില്ല, ഇതിനകത്ത് പകുതി മൈദയാ. ഞാൻ ഇതിപ്പോ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.